എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മുക്കിയൊരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത മറച്ചു വെച്ചു എന്ന കാര്യം ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. എന്തുകൊണ്ട് അവർ മറച്ചു വെച്ചു എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അതിനു മുന്നേ വാർത്ത എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് വാരണാസിയിൽ, ഉത്തർപ്രദേശിലെ വാരണാസിയിൽ 9 കിലോമീറ്റർ, വാരണാസിയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള ഉദയ് പ്രതാപ് സിംഗ് കോളേജിൽ, അതായത് ഏകദേശം ആ കോളേജിന് 650 ഏക്കർ ഭൂമിയുണ്ട്. ഈ 650 ഏക്കർ ഭൂമിയിൽ ഉത്തർപ്രദേശിലെ സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് കോളേജ് അധികൃതർക്ക് നോട്ടീസ് അയച്ചു. നോട്ടീസ് അയക്കാൻ കാരണമുണ്ട്. അവർ എന്തുകൊണ്ടാണ് വഖഫ് ഭൂമിയാണ്, ഈ കോളേജ് നിൽക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണ് പറയാനുള്ള ഒരു കാരണമുണ്ട്. കോളേജോട് ചേർന്നൊരു മസ്ജിദ് ഉണ്ട്. ഈ കോളേജ് മതിലിൻ്റെ അടുത്തായിട്ട് ഒരു ഖബർസ്ഥാൻ ഉണ്ട്. മസ്ജിദ് ആകുമ്പോൾ ചിലപ്പോൾ ചില മസ്ജിദിലൊക്കെ ഖബർസ്ഥാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഖബർസ്ഥാനിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ളൊക്കെ ഭൂമിയൊക്കെ വഖഫിൻ്റെതാണ്. അതായത് വഖഫ് ലോയിൽ, വഖഫ് നിയമത്തിൽ ഇങ്ങനൊരു ക്ലോസ് കൂടിയുണ്ട്. ഈ ക്ലോസ് എപ്പോഴാണ് വന്നതെന്നറിയോ? 2013, അതായത് 2013 രണ്ടാം UPA സർക്കാരിൻ്റെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്താണ് ഈ വഖഫ് ബില്ല് അവസാനമായി അമെൻഡ് ചെയ്തത്. അപ്പോഴും അമെൻഡ് ചെയ്ത സമയത്ത് എഴുതി പിടിപ്പിച്ച ക്ലോസ് ആണ് ഇത്. അതായത് വഖഫ് ബൈ യൂസർ, വഖഫ് ബൈ, അതായത് ഈ ഖബർസ്ഥാനില്ലേ, ഈ ഖബർസ്ഥാനുള്ള സ്ഥലത്ത് അപ്പുറവും ഇപ്പുറമുള്ള ഭൂമിക്ക് വഖഫിൻ്റേതായിരിക്കും എന്നുള്ള ഒരു ക്ലോസ് എഴുതി പിടിപ്പിച്ചത് ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത്, രണ്ടാം UPA സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ സാധനം എഴുതി പിടിപ്പിച്ചത്. ആ ഒരു നിയമത്തിൻ്റെ പരിരക്ഷ ഉപയോഗിച്ചാണ് ഈ മസ്ജിദ് കമ്മിറ്റി ഈ ഉദയ് പ്രതാപ് സിംഗ് കോളേജിൻ്റെ 500 ഏക്കർ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് നോട്ടീസ് അയച്ചത്. അപ്പോൾ ഈ കോളേജ് അധികൃതർ എന്ത് ചെയ്തു? നോട്ടീസ് കിട്ടിയ ഉടനെ തന്നെ ഉത്തർപ്രദേശ് സർക്കാരിനെ അറിയിച്ചു. അതായത് ഉത്തർപ്രദേശ് സർക്കാരിനെ അറിയിച്ചത് മാത്രമല്ല, യോഗി ആദിത്യനാഥിൻ്റെ മുന്നിൽ ടേബിളിൽ ഈ സാധനം ഡയറക്റ്റ് എത്തി. അതായത് കോളേജ് അധികൃതർ അത്രയും ഹോൾഡ് ഉണ്ടായിരുന്നു ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൽ. അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ടേബിൾ ഈ സംഭവം എത്തി. അപ്പോൾ ഉടനെ തന്നെ യോഗി മുന്നും പിന്നും നോക്കാതെ, അതായത് ഒരു ഉത്തരവിറക്കി. അതായത് അവിടുത്തെ ഉത്തർപ്രദേശിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള, അതായത് ജില്ലാ തഹസിൽമാരെടുത്ത് പറഞ്ഞു, വഖഫിൻ്റെ ഭൂമി, ഉത്തർപ്രദേശിലുള്ള ഭൂമി, വഖഫിൻ്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുക. അതായത് വിത്തിൻ 30 ഡേയ്സ്, 30 ദിവസത്തിനുള്ളിൽ തൻ്റെ ടേബിളിൽ സാധനം എത്തണം. ഈ അളന്ന് തിട്ടപ്പെടുത്തിയുടെ വഖഫിൻ്റെ ഭൂമിയുടെ ഡീറ്റെയിൽസ്, സകലമാന ഡീറ്റെയിൽസും തൻ്റെ ടേബിളിൽ വരണമെന്ന് യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു. ഇത് ശരിക്കും വഖഫ് ആകെ പേടിച്ചിരിക്കുകയാണ്. ആ ഉത്തരവ് വന്നതിന് ശേഷം ആകെ പേടിച്ചിരിക്കുകയാണ്. അത് വഖഫിന് കിട്ടിയ ആദ്യത്തെ ഒരു അടിയായിരുന്നു. അതുമാത്രമല്ല, പിന്നെ അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ സ്റ്റുഡൻസ് ഏകദേശം 20,000, ഈ കോളേജിൽ ഏകദേശം 20,000 എടുത്ത് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. അതായത് നഴ്സറി തൊട്ട് വിവിധതരം കോളേജുണ്ട് ഇതിനകത്ത് തന്നെ. അപ്പോൾ ഈ കുട്ടികളൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മസ്ജിദ് വളഞ്ഞ് ഹനുമാൻ ചാലീസ ചൊല്ലാൻ തുടങ്ങി. അതായത് ഏകദേശം 10,000-നടുത്ത് കുട്ടികൾ ഒന്നിച്ച് വന്ന് ഈ പള്ളി വളഞ്ഞ്, അപ്പോൾ അവർക്ക് ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അവിടെ അതിനുശേഷം ഒരു സമാധാന ചർച്ചയുണ്ടായി. ആ സമാധാന ചർച്ച പള്ളിമുറ്റത്ത് വെച്ചാണ് സമാധാന ചർച്ചയുണ്ടായത്. അപ്പോൾ ആ സമാധാന ചർച്ചയിൽ കുട്ടികളും കോളേജ് അധികൃതരും അവരോട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ കോളേജിൻ്റെ ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഉത്തർപ്രദേശിൽ ഒരു പള്ളിയിലും വെള്ളിയാഴ്ച നിസ്കരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നല്ല, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ ഹനുമാൻ ചാലീസ ചൊല്ലും എന്ന ഒരു കാര്യം അവരോട് പറഞ്ഞു. അവർ ശരിക്കും പെട്ടിരിക്കണം. അപ്പോൾ ശരിക്കും പെട്ടിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രക്ഷോഭം, ഒരു അടി. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉത്തർപ്രദേശ് ഗവൺമെൻറ് യോഗി ആദിത്യനാഥിൻ്റെ സൈഡിൽ നിന്നുള്ള, അതായത് ഈ വഖഫ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് ഡീറ്റെയിൽസ് എൻ്റെ ടേബിളിൽ വരണം എന്ന് പറഞ്ഞ ആ ഉത്തരവ്, രണ്ടിലും ശരിക്കും ഇവർ പെട്ടിരിക്കുകയാണ്. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസം മുന്നേ UP സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് ഒരു ഉത്തരവിട്ടു. അതായത് വാരണാസിയിലെ ഉദയ് പ്രതാപ് സിംഗ് കോളേജിൻ്റെ ഭൂമി വഖഫിൻ്റേതല്ല എന്ന് പറഞ്ഞ് ഒരു ഉത്തരവിറക്കി. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ശരിക്കുണ്ടല്ലോ. അതായത് അവർക്ക് മനസ്സിലായി, ആൺപിള്ളേരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ശരിക്കും യോഗി ആദിത്യനാഥ് എന്ന നട്ടലുള്ള ഒരു ഭരണാധികാരി അവിടെ ഉള്ളത് കൊണ്ടാണ് വഖഫിനെ ഇവിടെ മുട്ടുമടക്കേണ്ടി വന്നത്. ശരിക്കും ഇതൊരു മെസ്സേജാണ്. അതായത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കി എന്നതിൻ്റെ തെളിവാണ് ഈ കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം വാർത്തകൾ കേരളത്തിന് പ്രചാരണം ലഭിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഒരു മീഡിയം റിപ്പോർട്ട് ചെയ്തില്ലല്ലോ, ഒരു മീഡിയം റിപ്പോർട്ട് ചെയ്തില്ല. ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനായാലും വരും ദിവസങ്ങളിൽ ഈ വാർത്ത ഭയങ്കരമായിട്ട് പ്രചാരണം ലഭിക്കും, അത് ഉറപ്പാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്ന സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഈ വാർത്ത പ്രചരിപ്പിച്ചാലുള്ള പ്രശ്നം എന്താണെന്നോ അത് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ ഈ വാർത്ത, അതായത് വഖഫിന് എന്തുകൊണ്ട് മുട്ടുമടക്കേണ്ടി വന്നു, പിന്മാറേണ്ടി വന്നു, അതായത് 500 ഏക്കർ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചതിന് ശേഷം എന്തുകൊണ്ട് പിന്മാറേണ്ടി വന്നു. അതായത് അവിടെ ഒരു നട്ടലുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അവർക്കറിയാം ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും യോഗി ആദിത്യനാഥ്, അവർക്ക് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട് ഈ ഉത്തർപ്രദേശിൽ തന്നെ വഖഫിൻ്റെ കയ്യിൽ. അതായത് ഇത് പല അനധികൃതമായി പിടിച്ചെടുത്തതും അനധികൃതമായി വഖഫ് ചെയ്തതും അതിനൊന്നും ഒരു തെളിവും ഡീറ്റെയിൽസും ഒരു രേഖകളും ഒന്നും ഇല്ലാതെയാണ്. അപ്പോൾ ഫലത്തിൽ ഈ തഹസിൽദാർമാർ അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ അവർക്ക് 10,000-കണക്കിന് ഏക്കർ നഷ്ടപ്പെടും. അത് ശരിക്കും അതുകൊണ്ടാണ് ധൃതി പിടിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ UP സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് നോട്ടിഫിക്കേഷൻ ഇറക്കിയ ഉദയ് പ്രതാപ് സിംഗ് കോളേജിൻ്റെ ഭൂമിയിൽ വഖഫിന് യാതൊരുവിധ അവകാശവാദവും ഇല്ല എന്ന് പറഞ്ഞ് അവർ തടിതപ്പിയത്. ഏക്കർ
ലക്ഷക്കണക്കിന് ഭൂമി ഇവർക്ക് നഷ്ടപ്പെടും. അതിൽ പേടിച്ചാണ് ശരിക്കും അവർ തടി തപ്പിയിരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്ത കേരളത്തിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനമ്പത്തേക്ക് ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മുനമ്പത്തെ ആൾക്കാരോടൊക്കെ 400 കുടുംബങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഈ വാർത്ത കേരളത്തിലൊരു പ്രചാരണം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും മുനമ്പം സമരക്കാർക്കൊക്കെ അവർക്ക് ഒരു പ്രചോദനമായിരിക്കും, ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ LDFനും UDFനും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഇവിടുത്തെ വഖഫിന് വേണ്ടി മുനമ്പത്തെ ഭൂമിയിൽ വഖഫ് ഉന്നയിച്ചപ്പോൾ ശരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ VD സതീശനും ഹൈബീഡനൊക്കെ സമരപന്തലിൽ ചെന്ന് എന്തൊക്കെയോ ആഭാസം കാട്ടിക്കൂട്ടി. ഇവർ ശരിക്കും അവർ പറയാണ് അതായത് വഖഫിനെ ഇതിൽ ഉന്നയിക്കാൻ പറ്റില്ല, അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പുറം ഒന്ന് മുസ്ലിം ലീഗിൻ്റെ അടുത്തും കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തും പറയുന്നു. അതായത് വേറൊരു കാര്യം പറഞ്ഞു, കഴിഞ്ഞ ദിവസം തന്നെ MK മുനീർ പറഞ്ഞു, അതായത് VD സതീശൻ പറയുന്നത് തെറ്റാണ്, അതായത് മുനമ്പം വഖഫിൻ്റേത് തന്നെയാണെന്ന് MK മുനീർ പോലും പറഞ്ഞു. അതായത് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഈ മുനമ്പത്തെ ജനങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചാൽ ശരിക്കും ഇവരുടെ മുട്ട് വിറക്കും. ശരിക്കും ഇവർക്ക് അത് ഈ സംസ്ഥാന സർക്കാരിന് ആക്ഷൻ എടുക്കാൻ പറ്റും, വഖഫിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും. അതായത് വഖഫിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പെട്ടുപോകും. ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പ്രത്യേകിച്ച് വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ശരിക്കും പെട്ടുപോകും. അപ്പോൾ അതായത് പറയുന്നത് ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ടെങ്കിൽ, അതായത് മുനമ്പംകാരോട് എനിക്ക് പറയാനുള്ളത് ശരിക്കും നിങ്ങളൊരു ശക്തമായി സമരം സംഘടിപ്പിച്ച് ഇവരെ രണ്ടാളെയും, ഈ കോൺഗ്രസിനെയും മാർക്സിസ്റ്റുകാരെയും ശരിക്കും മുട്ട് പറപ്പിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ പ്രശ്നം സോൾവ് ആവും. അത് ഇവിടെ വെച്ച് സോൾവ് ആവും. അത് പാർലമെൻറ്റിൽ പോകേണ്ട ആവശ്യമില്ല. അത് യോഗി ചെയ്ത് അവിടുത്തെ ആൾക്കാർ കണ്ടില്ലേ, യോഗിയെ പോലുള്ള ഒരു ഭരണാധികാരി, ശക്തനായ ഭരണാധികാരി ഇവിടെയും ഉണ്ടെങ്കിൽ ശരിക്കും വഖഫിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് പിന്മാറേണ്ടി വരും. ഇത് ഞങ്ങളുടേതല്ല, നിങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് കേരളത്തിൽ പ്രചാരണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്കൊരു ആവേശമായിരിക്കും. അത് അവർ ആ പ്രചോദനം ഉൾക്കൊണ്ട് അവർ ശരിക്കും ഇവിടുത്തെ ഇടതിനും വലതിനെയും എതിരെയും തിരിയാനുണ്ട്, കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനെതിരെയും തിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ മറച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഈ മുനമ്പത്തെ സമരപ്പന്തലിൽ വന്ന് ഇവിടുത്തെ അച്ഛന്മാരൊക്കെ വന്ന് കൈപൊക്കി കാണിക്കുകയും അവരുടെ അതിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും സമരം വരുന്നുണ്ടോ? ശരിക്കും ഈ സർക്കാരിനെതിരെ എന്താ പറയുക, ഇവിടുത്തെ ഗവൺമെൻറ്, ഇവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ ഒരു ശക്തമായ സമരം സംഘടിപ്പിച്ച് നോക്കും, ശരിക്കും ഇവർ പെട്ടുപോകും. ശരിക്കും ഉത്തർപ്രദേശിൽ അവർ ചെയ്ത മാതിരി ഒരു കാര്യം ഇവിടെ ചെയ്ത് നോക്കും, ഒരു തവണ ചെയ്ത് നോക്കും. ശരിക്കും ഇവരും വഖഫ് ഇത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞാൽ അവർ കണ്ടം വഴി ഓടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളിൽ ഫണ്ട് ചെയ്യുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ, അത് ദൃശ്യമാധ്യമങ്ങളും അത് പ്രിന്റ് മീഡിയാസും വിഷ്വൽ മീഡിയാസും രണ്ടും ഇത്തരം വാർത്തകൾ തിരസ്കരിച്ചു. അതിനുള്ള പ്രധാന കാരണം അതാണ്. അതായത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്തരം മുനമ്പം സമരക്കാർക്ക് അത് പ്രചോദനമാവും. അവർ ചിലപ്പം സമരത്തിൻ്റെ ഗതി തന്നെ, ഡയമെൻഷൻ തന്നെ മാറ്റിവിടാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ അത് ഇരു മുന്നണികളെയും ബാധിക്കും. അത് ഈ മുനമ്പം സമരം തന്നെ ശരിക്കും ഭയങ്കര വേറെ ലെവൽ, നെക്സ്റ്റ് അതിൻ്റെ ഡയമെൻഷൻ മാറുകയാണെങ്കിൽ ഉണ്ടല്ലോ രണ്ട് മുന്നണികളും പെട്ടുപോകും. എന്താണെന്ന് വെച്ചാൽ ഇവർ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി വാദിക്കുകയാണ്, അത് വഖഫിന് വേണ്ടി വാദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശരിക്കും ഈ വാർത്ത തിരസ്കരിച്ചത്. ഇതിൽ നിന്ന് ശരിക്കും എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ്, അതായത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ടെങ്കിൽ, അതായത് പ്രധാനമന്ത്രി തന്നെ വേണമെന്നില്ല, അത് യോഗിയെ ഉണ്ടല്ലേ, യോഗിയെപ്പോലുള്ള ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിമാരോട് സംസ്ഥാനത്തുണ്ടായാൽ ഇവിടെ ഒരു വഖഫ് ഭീകരതയും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഇത്തരം വഖഫ് സുഡാപ്പികളുടെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. മുനമ്പംകാരൊന്നും സമരം ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ പിണറായി വിജയന് നട്ടലുണ്ടെങ്കിൽ ഈ വഖഫ് പ്രശ്നം ശരിക്കും അദ്ദേഹത്തിന് തീർക്കാൻ പറ്റും. യോഗി ആദിത്യനാഥിന് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ചെയ്തുകൂടാ? ഒരു മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് യോഗി ആദിത്യനാഥിനെ അവിടെ വഖഫിനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റിയെങ്കിൽ, അതായത് ഇത് ഞങ്ങളുടെ ഭൂമിയല്ല എന്ന് പറയിപ്പിക്കാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ പിണറായി വിജയന് പറ്റില്ല? അതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക മീഡിയ മുഖ്യ ഈ വാർത്ത നിങ്ങൾ മാക്സിമം പ്രചരിപ്പിക്കണം. അതായത് മുനമ്പം സമരപ്പന്തലിലെത്തണം ഇങ്ങനെയുള്ള വാർത്തകൾ. അപ്പോൾ നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.